വിശ്വാസവും ചരിത്രവും ഐതിഹ്യവും ഒത്തുചേരുന്ന അപൂർവ ആരാധനാലയം അതാണ് തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലെ പൗർണമിക്കാവ് ദേവീക്ഷേത്രം. ലോകത്തിലെ ആദ്യത്തെ അക്ഷരദേവതാ ക്ഷേത്രം എന്ന വിശേഷണം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. സംസ്കൃതത്തിലെ 51 അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുന്ന അക്ഷരദേവതകളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആയി രാജവംശത്തിന്റെ യുദ്ധദേവതയായ ശ്രീ ബാലത്രിപുര സുന്ദരിയാണ് പ്രധാന പ്രതിഷ്ഠ. പൗർണമി ദിനങ്ങളിലും നവാഹം, നവരാത്രി, വിദ്യാരംഭം ഉൾപ്പെടെയുള്ള വർഷത്തിലെ 12 വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഈ ക്ഷേത്രം ഭക്തർക്കായി തുറക്കുകയുള്ളൂ. വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്മയുണ്ട്, അമ്മ ഇവിടെ നിലവിലുണ്ട്. അവർ നമ്മൾ മനസ്സ് ക്ലിയറാക്കി പറഞ്ഞാൽ നടക്കും കാര്യം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഐതിഹ്യമനുസരിച്ച് വിഴിഞ്ഞം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന പുരാതന ആയി രാജവംശത്തിന്റെ യുദ്ധദേവതയായിരുന്നു ഇന്നത്തെ പൗർണമിക്കാവ് ദേവി. രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിനും ദേവിയുടെ അനുഗ്രഹമായിരുന്നു കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചോളരുടെ ആക്രമണ ഭീഷണി ഉയർന്നപ്പോൾ ദേവിയുടെ വിഗ്രഹം വിഴിഞ്ഞത്ത് നിന്ന് രഹസ്യമായി ഇന്നത്തെ വെങ്ങാനൂരിനടുത്തുള്ള വനപ്രദേശത്തേക്ക് മാറ്റി. പിന്നീട് ആരാധന മുടങ്ങിയതോടെ ആയി രാജവംശത്തിന്റെ പതനത്തിന് വഴിവെച്ചുവെന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസം. തുടർന്ന് ക്ഷേത്രം പുനർനിർമ്മിച്ച് 2009 ബ്രഹ്മശ്രീ പൂഞ്ഞാർ മിത്രൻ നമ്പൂതിരിപ്പാട് പൗർണമിക്കാവ് ദേവിയെ പുനഃപ്രതിഷ്ഠ ചെയ്തുവെന്നാണ് ക്ഷേത്ര ചരിത്രം പറയുന്നത്. പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ യക്ഷിയമ്മ, യോഗീശ്വരൻ, മന്ത്രമൂർത്തി, ബ്രഹ്മരക്ഷസ്, ശ്രീകുബേരൻ, ധന ആകർഷണ ഭൈരവസ്വാമി, ഒരൊറ്റ പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 108 മാടന്മാർ എന്നിവയും ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകളാണ്. ഭീമാകാരമായ മാർബിൾ നന്ദിയും കൃഷ്ണശിലയിൽ നിർമ്മിച്ച നന്ദിയും ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പൗർണമി ദിവസവും മഹാഗണപതി ഹോമം, അക്ഷരദേവതാ പൂജ, പഞ്ചശക്തി പൂജ, ചണ്ഡികാ ഹോമം, കാര്യസിദ്ധി പൂജ തുടങ്ങി നിരവധി വിശിഷ്ട അനുഷ്ഠാനങ്ങൾ ഇവിടെ നടക്കുന്നു. നെയ്വിളക്ക് കയ്യിലെടുത്ത് പ്രധാന ദേവിയെയും അക്ഷരദേവതകളെ പ്രതിനിധീകരിക്കുന്ന 51 ദീപങ്ങളെയും ചുറ്റി 21 പ്രദക്ഷിണം നടത്തുന്ന ദീപ പ്രദക്ഷിണവും പ്രധാന വഴിപാടാണ്. ലോകത്തിലെ പല ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. പഞ്ചമുഖ ഗണപതി, രൗദ്രഭാഗത്തിലുള്ള ദേവി, എല്ലാ രീതിയിലും വളരെ വൈശിഷ്ട്യമേറിയതും വളരെ പ്രാധാന്യം ഉള്ളതും എല്ലാത്തിൽ നിന്നും വിഭിന്നമായിട്ട് ക്ഷേത്രാരാധനയുടെ തത്വത്തെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ ഈ ക്ഷേത്രം സഹായിക്കുന്നുണ്ട്. 2022 മഹാകാളിയാഗം, 2023 പ്രപഞ്ചയാഗം, 2024 108 ആദിവാസി ദമ്പതികളുടെ സമൂഹ വിവാഹം എന്നിവയിലൂടെ ദേശീയ അന്തർദേശീയ ശ്രദ്ധയും ഈ ക്ഷേത്രം നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ പ്രതിമകളും പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വിശ്വാസവും കൗതുകവും ഉണർത്തുന്നു. ചരിത്രത്തിന്റെ ഓർമ്മകളും ഐതിഹ്യങ്ങളുടെ വിശ്വാസവും ആത്മീയ അനുഭവങ്ങളും ഒരുമിക്കുന്ന പൗർണമിക്കാവ് ഓരോ പൗർണമി ദിനവും ആയിരക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രകാശം പരത്തുകയാണ്.
ന്യൂസ് മലയാളം, തിരുവനന്തപുരം. ദൈവമേ കൈതൊഴ